അസ്സലാമു റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ റാഹത്തല്ലേ. അൽഹംദുലില്ലാ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കുറഞ്ഞ സമയമാണ് നമ്മുടെ മുന്നിലുള്ളൂ. കൂടുതൽ കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു ആശയമാണ് വലിച്ചു നീട്ടി നിങ്ങളുടെ സമയം വെറുതെ കളയാതെ കുറഞ്ഞ സമയം 10 മിനിറ്റിൽ അവസാനിപ്പിക്കുന്ന അറിവുകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്, ഒരു സൂറത്തിനെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ എന്തിനും പൈസ ആവശ്യമാണ്. വേണ്ടോ? പൈസ, മക്കളുടെ സ്കൂൾ വിദ്യാഭ്യാസം, നമ്മുടെ വീട്ടു സാധനങ്ങൾ മേടിക്കാൻ, വാഹനം വാങ്ങാൻ, വീട് വെക്കാൻ, അങ്ങനെ തുടങ്ങി എല്ലാത്തിനും സാമ്പത്തികം ആവശ്യമാണ്. പക്ഷെ നമുക്ക് ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോലിയുണ്ട്, വരുമാനമുണ്ട്. പക്ഷേ ആ വരുമാനത്തിനൊത്ത ചിലവിനേക്കാൾ കൂടുതലാണ് നമുക്ക് ചിലവ് വരുന്നത്, അല്ലേ? വരവിനേക്കാൾ കൂടുതൽ ചിലവാണ്. നമുക്ക് സാമ്പത്തിക ഭദ്രത ഇപ്പോഴും ഒന്ന് കറക്റ്റ് ആയിട്ടില്ല, ഇല്ലേ? പലപ്പോഴും 40,000, 50,000 രൂപ ശമ്പളം ഉണ്ട്. പക്ഷെ അത് കൊണ്ടുവന്ന് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്തൊന്ന് മാറിയെടുക്കുമൊന്നുമില്ല. ഒരു സാമ്പത്തിക ഭദ്രത നമുക്ക് കടന്നു വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് അള്ളാന്റെ ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ സമ്പത്തിൽ അള്ളാന്റെ ബറക്കത്തില്ല, ജോലിയിൽ അള്ളാന്റെ ബറക്കത്തില്ല. കിട്ടുന്നതിൽ ബറക്കത്തുണ്ട് എങ്കിൽ ഉറപ്പായും അത് കുറഞ്ഞ പൈസയാണെങ്കിലും അതിൽ വലിയ ഒരു സറാഹത്തായിരിക്കും. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വെറുതെ പറയാം. ഉസ്താദുമാരുടെ ശമ്പളം വളരെ കുറവാണ്. പക്ഷേ ആ ഉസ്താദുമാരുടെ ശമ്പളം അവരുടെ കുടുംബ ജീവിതത്തിലൊക്കെ വലിയ ബറക്കത്താണ്. പടച്ചവൻ അതിലൊക്കെ വലിയ നേട്ടങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഞാനത് എടുത്തു പറയാൻ കാരണം ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. കുറഞ്ഞ ശമ്പളത്തിലാണെങ്കിലും അവർ റാഹത്തായി ഒരു വാഹനം എടുക്കുന്നു, വീട് വെക്കുന്നു, അതൊക്കെ റാഹത്താണ്. അതാരെയും പറ്റിച്ചിട്ടും വെട്ടിച്ചിട്ടൊന്നുമില്ല. ഉസ്താദുമാരല്ലാത്തവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഞാൻ പൊതുവിൽ ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ബറക്കത്ത് ആവശ്യമാണ്. ഇൻഷാ ഇന്ന് നമ്മൾ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാകാൻ, ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ, അതിനേക്കാൾ ഏറ്റവും ഈ കാലഘട്ടത്തിൽ ഇന്ന് ഈ വോയിസ് കേൾക്കുന്ന, ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനലിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 100ൽ പകുതി ആളുകളും ഇന്ന് ഏറ്റവും അനുഭവിക്കുന്ന സങ്കടമാണ് കുറെ പൈസ കടം കൊടുത്തു കിട്ടാനില്ല. ഏറ്റവും വലിയ ഇന്നത്തെ സങ്കടം, ഒരു അത്യാവശ്യം വന്ന് കരഞ്ഞു പറയും, നമ്മൾ കൊടുക്കും. പക്ഷെ തിരിച്ചു വാങ്ങാൻ നമ്മളോട് എത്ര കരഞ്ഞു കെഞ്ചിയോ അതിനേക്കാളും നന്നായി അവന്റെ വീട്ടിൽ പോയി യാചിക്കേണ്ട അവസ്ഥയാണ് കൊടുത്ത പൈസ തിരിച്ചു മേടിക്കാൻ, ഇല്ലേ? നമ്മിൽ പലരും അനുഭവസ്ഥരാണ്. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്ന ഈ അത്ഭുതത്തിന്റെ ഒരു സൂറത്ത് നിങ്ങൾ ഇത് പതിവാക്കിയാൽ, ആര് നിങ്ങൾക്ക് പൈസ തരാനുണ്ടെങ്കിലും ഉറപ്പായും അവർ നിങ്ങളറിയാതെ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികം ബുദ്ധിമുട്ടേണ്ടി വരൂല. നിങ്ങളുടെ കരങ്ങളിലേക്ക് അവർ പൈസ കൊണ്ട് തന്നിരിക്കും എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയണത്. അപ്പൊ നമുക്ക് അനുഭവങ്ങൾ പറയാമല്ലോ. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയണത്. മഹാരഥന്മാർ പറഞ്ഞു തന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു നോക്കി, എനിക്കത് അനുഭവം ഉണ്ടായി. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു, പൈസ തരാനുണ്ടോ? നിങ്ങൾ ഈ സൂറത്ത് പതിവാക്കിയോളൂ. ഈ പറയുന്ന രീതി നിങ്ങൾ പതിവാക്കിയാൽ ഉറപ്പായി നിങ്ങൾക്ക് പൈസ കിട്ടും. സാമ്പത്തിക ഭദ്രത, ഗൾഫിൽ ജോലി ചെയ്യുന്നവർ, ആ ശമ്പളം കൂട്ടി കിട്ടുന്നില്ല, കുറെ ചോദിച്ചു നോക്കി കൂട്ടണില്ല, ആ ശമ്പളം ഒന്ന് കൂട്ടി കിട്ടാൻ, ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ ഒക്കെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ മതി. ആ സൂറത്തിന്റെ മറ്റു നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാൻ ഈ സൂറത്ത് മതി. നമുക്കറിയാം, ചാരി നിൽക്കുന്ന മണ്ണിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കാൻ കഴിയില്ല. കൂടപ്പറപ്പാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൂടപ്പറപ്പ് തന്നെയാണ്. പക്ഷേ നമുക്കൊരു നന്മയുണ്ടാകുമ്പോൾ ആ കൂടപ്പറപ്പിന് സന്തോഷമാണോ സങ്കടമാണോ എന്ന് അവരെ മനസ്സ് കീറി നോക്കാൻ, ഉള്ളു കീറി നോക്കാൻ നമുക്ക് പറ്റൂല. അസൂയ മനുഷ്യനെ കൊലക്ക് കൊടുക്കുന്ന കാലമാണ്. സ്വന്തം കൂടപ്പറപ്പിനെ വിശ്വസിക്കാൻ കഴിയാത്ത കാലം. കൂടെ കിടങ്ങുന്ന ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊല്ലുന്ന കാലം. സ്വന്തം കുഞ്ഞിനെ കാമുകൻ കൊല്ലുമ്പോഴും അടിക്കുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെ നാട്ടിലാണ് നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മനുഷ്യന്റെ ചിന്തകൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്, അല്ലേ? 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊലവിളിച്ച ഒരു കാബാലി, ഒരു വലിയ കൊലയാളിയായ മനുഷ്യനെന്ന് പറയാൻ പോലും അറപ്പ് തോന്നുന്ന ആ മകന് വേണ്ടി മാതാവ് എന്റെ കുട്ടിയെ നാട്ടുകാർ തല്ലി, എന്റെ കുട്ടിയെ പോലീസുകാർ തല്ലി എന്നും പറഞ്ഞ് നിലവിളിക്കുന്ന
നിലവിളിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ നിലവിളിക്കുന്ന മാതാവിന്റെ കാലം. നമ്മൾ ചിന്തിക്കണം, മനുഷ്യനെ മനുഷ്യത്വം മരവിച്ചു പോകുന്ന ഒരു കാലം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇപ്പൊ ചില ആളുകളൊക്കെ പറയും അതൊരു ഉമ്മയുടെ സങ്കടമല്ലേ, ആ ഉമ്മയുടെ മോൻ ചെയ്ത കാര്യം എന്താ നമുക്ക് ചിന്തിക്കണമല്ലോ. അതും കൂടി നമ്മൾ ചിന്തിക്കണമല്ലോ. എന്തോ ആയിക്കോട്ടെ, അതിലേക്ക് നമ്മൾ കിടക്കണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകാൻ, ജോലിയിൽ കയറ്റം കിട്ടാൻ, അതുപോലെ ജോലി റാഹത്താകാൻ, ജോലി തടസ്സമുള്ളവർക്ക് അങ്ങനെ നമുക്ക് രക്ഷയുണ്ടാകും. അതുപോലെ തന്നെ ശത്രുക്കളെ നിന്ന് രക്ഷയുണ്ടാകും. അതുപോലെ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയിരിക്കാൻ പ്രിയമുള്ള ഉമ്മ, ഈ ഒരു സൂറത്ത് 129 വട്ടം ദിവസം നിങ്ങൾ ഓതിയാൽ, ആ കുട്ടിയെ കൊണ്ട് ഓതിപ്പിച്ചാൽ കുട്ടിക്ക് പിന്നെ മറതി ഉണ്ടാവില്ല. മിക്ക ദറസുകളിലും ഹിഫ്ള് കുട്ടികൾക്ക് ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു അത്ഭുത മരുന്നാണ്. 129 വട്ടം ഈ സൂറത്ത്. വല്ല ബക്കറ എങ്ങാനാണോ ഉസ്താദെ? അല്ല, ചെറിയ സൂറത്താ. ബക്കറ ഒന്നുമല്ല, പേടിക്കണ്ട. 129 വട്ടം നമ്മൾ ഓതിയാലും മക്കൾ ഓതിയാലും ഉറപ്പാണ് ഓതുന്നവർക്ക് മറവി ഉണ്ടാവൂല. അതുപോലെ കുട്ടികൾക്ക് ഉമ്മമാർ ഓതിയാൽ കൈ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം അല്ല കൊടുക്കുന്നതാണ്. എത്ര എണ്ണം വേണോ ഓതാ, പതിവാക്കുന്ന എത്രയോ ആണ് അത്രയും പതിവാക്കിയാൽ കൈക്കുഞ്ഞുള്ള ഉമ്മമാർ ഇത് ഓതിയാൽ കുഞ്ഞുങ്ങൾക്ക് അള്ളാഹു സംരക്ഷണം കൊടുക്കും. അതുപോലെ ഇത് ഓതുന്നവരുടെ കൽബ് മയപ്പെടും. അതുപോലെ സാമ്പത്തിക പ്രതിസന്ധികൾ അള്ളാഹു മാറ്റിത്തരും. അതുപോലെ വിവാഹം തടസ്സമുള്ളവർ ഇത് പതിവാക്കിയാൽ ഉറപ്പായും അവർക്കും സംരക്ഷണമുണ്ട്. ഏതാണ് സൂറത്ത് എന്നറിയോ? ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതായിരുന്ന ഉസ്താദ്, നമുക്കറിയാലോ എന്ന് ചിന്തിക്കണ്ട. മഹാരന്മാർ രേഖപ്പെടുത്തുന്ന ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ആലോചിക്കേ, 3 ആയത്തേ ഉള്ളൂ ഈ സൂറത്ത്. ഉസ്താദ് ഇത് 129 വട്ടം കുട്ടികളെ കൊണ്ട് ഓതിപ്പിച്ചാൽ എപ്പോഴെങ്കിലും തീർത്താതിയിട്ട് ഒരു ദിവസത്തിൽ ഉറപ്പാണ് മറതി ഉണ്ടാവില്ല, നല്ല ഓർമ്മശക്തി ഉണ്ടാവും. അതോടൊപ്പം ജോലിക്ക് പോകാൻ വേണ്ടി സഹോദരങ്ങളെ പഠിച്ചു വെച്ചോളിൽ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മി പറഞ്ഞ് ഓതാനുള്ള ഈ ദിക്റൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, നമ്മൾ ബൈക്കിൽ പോണവരായിരിക്കും, കാറിൽ പോണവരുണ്ടാവും, നടന്നു പോകുന്നവരുണ്ടാകും, ബസ്സിൽ പോകുന്നവരുണ്ടാകും, ജോലി സ്ഥലത്തേക്ക് അടുത്തുള്ളവരുണ്ടാവും. എങ്ങനെയാണെങ്കിലും വീട്ടിൽ നിന്ന് ജോലിക്ക് ഇറങ്ങുമ്പോൾ ഈ ചൊല്ലാനുള്ള ദിക്റൊക്കെ ചൊല്ലി, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ദിക്റൊക്കെ ചൊല്ലിയിട്ട് 100 വട്ടം ജോലി സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് അവൻ ചൊല്ലി തീർക്കണം. ഇനിയിപ്പോൾ വീണ്ടും തൊട്ടടുത്താണ് സാർ, 100 വട്ടം ചൊല്ലാൻ സമയമില്ല, പ്രശ്നമില്ല, 100 വട്ടം ഓതി തീർത്താൽ മതി. ജോലി സ്ഥലത്ത് എത്തിയാലും 100 പൂർത്തിയാക്കിയാൽ മതി. 100 വട്ടം ഇൻഷാ അല്ലാഹ് ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുതൽ ചൊല്ലുക. എവിടെയാണോ 100 അവിടെ എത്തട്ടെ, അവിടെ അവസാനിപ്പിക്കുക, 100 അവസാനിപ്പിക്കുക. ഉറപ്പായും ആ ജോലിയിലും സമ്പത്തിലും അല്ല ബറക്കത്ത് തരും. ആ ജോലിയിൽ നിന്നുണ്ടാകുന്ന ശത്രുതയും ആ ജോലിയിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾക്കെല്ലാം അല്ലാഹു കാത്തുരക്ഷിക്കും. അതോടൊപ്പം 100 വട്ടം ചൊല്ലി, അത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അതൊരു കൂടി 100 വട്ടം ചൊല്ലിയാൽ ഉറപ്പാണ്. ലാ ഹൗല എന്ന് പറഞ്ഞാൽ വലിയൊരു ലേഹ്യമാണ്. മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന വലിയൊരു പിടിവള്ളിയാണ്. അപ്പൊ ഭർത്താക്കന്മാർക്ക് ഇത് ചൊല്ലാം. ജോലിക്ക് പോകുമ്പോൾ ഭാര്യമാർക്കും ഇത് വീട്ടിൽ ചൊല്ലാം. ഭർത്താവ് ജോലിക്ക് പോവാൻ, ഭാര്യ വീട്ടിൽ 100 കൗസർ പാരായണം ചെയ്തു, 100 ലാ ഹൗല ചൊല്ലി, വീട്ടിൽ ബറക്കത്ത്. ഭാര്യ ചൊല്ലുന്നു, ഭർത്താവ് ചൊല്ലുന്നു, പിന്നെന്താ, വീട്ടിൽ 100 അലാ 100 വലിയ ബറക്കത്താണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കാൻ ഈ ചെറിയ സൂറത്തും ഈ ഒരു ദിക്റും 100 വട്ടം നിങ്ങൾ ദിവസവും ചൊല്ലിക്ക്. അപകടങ്ങളെ തൊട്ട്, ശത്രുതയെ തൊട്ട്, സിഹറുകളെ തൊട്ട്, കണ്ണേറുകളെ തൊട്ടൊക്കെ അള്ളാഹ് കാവൽ തരുമെന്നാണ്. ഇനി അതല്ല ഒരു 1000 വട്ടം നമുക്ക് ദിവസം ഓതാം. വെള്ളിയാഴ്ച രാവിലേക്ക് ഒന്ന് ഓതിയ നബിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ. പൈസ കിട്ടാനുണ്ട്, കുറേ പൈസ തരാനുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ദിവസം ഒരു 100 വട്ടത്തിൽ ചൊല്ലിക്കോളി. നമ്മുടെ ദ്വാരനോളി ഉറപ്പായും നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കരങ്ങളിലേക്ക് അള്ളാഹ് എത്തിച്ചു തരും. അള്ളാഹ് കബൂലൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹ് പ്രധാനിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾക്ക് ദ്വാരക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനലാണ് ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ്. ആ മജ്ലിസിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മഹാരഥന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസാണ്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങൾക്ക് ദ്വാരക്കണം. നമ്മുടെ ദ്വായിലൊക്കെയാണ് പ്രതീക്ഷകളും നമ്മുടെ മജ്ലിസൊക്കെ മുന്നോട്ട് പോകുന്നത്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.